Hi guys, welcome back to my channel. ഇന്ന് ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഹെവി ആയിട്ടുള്ള ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് പൗഡർ പ്രൊഡക്ട്സും ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് ഈ ഒരു മേക്കപ്പ് ലുക്കാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ സമ്മർ മേക്കപ്പ് ലുക്കാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. സോ ഞാൻ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത് മോയ്സ്ചറൈസ് ചെയ്ത് സൺസ്ക്രീനും തേച്ചിട്ട് ഇരിക്കുകയാണ്. സോ മുഖം മോയ്സ്ചറൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതുമാതിരി രാവിലെ നേരമാണെങ്കിൽ സൺസ്ക്രീൻ തേക്കണം എന്നുള്ളതും മസ്റ്റാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഒരു പ്രൈമർ മുഖത്ത് ഞാൻ തേക്കുകയാണ്. ഇത് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ മാറ്റ് പ്രൈമറാണ്, കാരണം ചൂടല്ലേ. സോ ഞാൻ ഇപ്പോൾ ജെൽ ബേസ്ഡ് പ്രൈമറൊന്നും അധികം യൂസ് ചെയ്യാറില്ല, മാറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ടീ സോൺ ഏരിയ ആണ്, കാരണം നമുക്ക് അവിടെയാണ് കൂടുതൽ വേർപ്പ്, കണ്ണിൻ്റെ താഴെയും കവിളിലും ഒക്കെയാണ്, മൂക്കിൻ്റെ അവിടെയൊക്കെയാണ് എനിക്ക് കൂടുതൽ വേർപ്പ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ഈ പ്രൈമർ തേച്ച് കൊടുക്കുകയാണ്. ഓക്കെ, പ്രൈമർ നന്നായിട്ട് എല്ലാവിടേക്കും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. നന്നായിട്ട് തേച്ച് കഴിഞ്ഞാൽ നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൽ ഫൗണ്ടേഷൻ ഇല്ല, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒന്നും ഇനിയുള്ളതൊന്നും പൗഡറില്ല. നമ്മുടെ കോമ്പാക്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം അല്ലാതെയുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. സോ ഞാനിവിടെ എലഗലിൻ്റെ പ്രോ കൺസീലർ എടുത്തിട്ട് കണ്ണിൻ്റെ താഴെ എവിടെയൊക്കെ ഡാർക്ക് സ്പോട്ട്സോ ഡാർക്ക് പാച്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ തേച്ച് കൊടുക്കാം. ഞാൻ ഹെവി ആയിട്ട് പോകുന്നില്ല, ഞാൻ ജസ്റ്റ് കണ്ണിൻ്റെ താഴെ ചുണ്ടിൻ്റെ രണ്ട് സൈഡും നല്ല ഹെവി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ചെറിയ ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ, കുരുവുന്ന പാടിൻ്റെ അവിടെയൊക്കെ. എന്നിട്ട് ചെറിയൊരു ഫൗണ്ടേഷൻ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഓക്കെ, ബ്ലെൻഡിങ് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കുരുവെന്ന പാടൊന്നും വലുതായിട്ട് ഞാൻ കവർ ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾക്ക് അങ്ങനെ കവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ കവർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി ഞാൻ മേബിലാൻ്റെ ഫിറ്റ് മീ മാറ്റ് കോമ്പാക്റ്റ് പൗഡർ എടുക്കുകയാണ്. എന്നിട്ട് ഒരു പൗഡർ ബ്രഷ് വെച്ചിട്ട് മുഖത്ത് മുഴുവൻ തേച്ച് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മൾ കൺസീൽ എവിടെയൊക്കെ ചെയ്തോ അവിടെയൊക്കെ തേച്ച് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് പുരികം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നൈക്കയുടെ ബ്രോ ഡിഫൈനർ എടുത്തിട്ട് പെൻസിലുണ്ട്. അപ്പോൾ അതിൽ രണ്ട് സൈഡ്, ഒരു സൈഡ് ബ്രഷും ഒരു സൈഡ് പെൻസിലുമാണ്. അപ്പോൾ അതിൽ പെൻസിൽ വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് പുരികം ഗ്യാപ്പുള്ളവിടെയൊക്കെ. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് കോംബ് ചെയ്യാണ്. ഇനി എൻ്റെ വക ഒരു കുഞ്ഞു ടിപ്പുണ്ട് കേട്ടോ, അത് ഞാൻ പറയാം. നമുക്ക് ശരിക്കും ബ്രോ മസ്കാര കിട്ടും. ബ്രോ മസ്കാര ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടെ നല്ലൊരു ഡെഫിനിഷൻ വരും. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് വാട്ടർ പ്രൂഫ് മസ്കാര വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ശ്രദ്ധിക്കണം, നല്ല ബ്ലാക്ക് കളറാണ്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി, നല്ലോണം ഡിഫൈൻ ചെയ്ത് കിട്ടും. ഇനി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചൂടാണ്, നല്ല ചൂട് തുടങ്ങി. ഇപ്പോൾ വേർക്കുന്ന സമയത്ത് നമ്മൾ പൗഡർ സാധനങ്ങളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പാച്ചി ആയിട്ടും ഭയങ്കര സ്വെറ്റിൽ അതെല്ലാം പോവും. അപ്പം ഞാനിവിടെ ലിപ്സ്റ്റിക്ക്, ഏത് ലിപ്സ്റ്റിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നൈക്കയുടെ വിക്കഡ് വൈൻ എന്ന് പറയുന്ന നമ്മുടെ ശരിക്കും ഒരു ബീട്രൂട്ട് കളറാണ് ഇതിന്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് കയ്യിൽ വിരലിൽ ടച്ച് ചെയ്തിട്ട് കവിളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ബ്ലഷായിട്ട്. അതേമാതിരി അത് തന്നെ ഞാൻ കുറച്ചുകൂടെ എക്സ്ട്രാ എടുത്തിട്ട് ഐ ഷാഡോ ആയിട്ടും അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ വേർത്താലും ഒക്കെ ചെയ്താലും മുഖം കഴുകിയാലും ഒന്നും പോവില്ല, തുടയ്ക്കാതെ അത് പോവില്ല. ഓക്കെ, കുറച്ചുകൂടെ നന്നായിട്ട് ഇരിക്കും. അപ്പം ഐ ഷാഡോ ആയിട്ടും ബ്ലഷായിട്ടും ഇത് അപ്ലൈ ചെയ്തു. ഇനി ഞാൻ ലോറിയൽ പാരീസിൻ്റെ കാജൽ എടുത്തിട്ട് വാട്ടർ ലൈനിലെ മേലെയും താഴെയും എഴുതി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി വാട്ടർ ലൈനിൽ എഴുതി കൊടുത്തു. ഞാൻ ഇനി ലാക്മേയുടെ 95 ജെൽ ഐലൈനർ വെച്ചിട്ട് കണ്ണ് മേലെ ഒന്ന് എഴുതുകയാണ്. ഞാൻ അത്ര പെർഫെക്റ്റായിട്ട് എഴുതുന്ന ഒരാളല്ല, എനിക്കെപ്പോഴും ഒരു കണ്ണ് ഒരു ടൈപ്പിലും വേറൊരു കണ്ണ് വേറൊരു ടൈപ്പിലും എഴുതുന്നതാണ്. എൻ്റെ അത്ര എഴുതാൻ അത്ര എനിക്ക് പ്രാക്ടീസ് ഇല്ല. എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ രണ്ട് കണ്ണിലും എഴുതിയിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ രണ്ട് കണ്ണിലും എനിക്ക് മാക്സിമം പറ്റുന്ന പോലെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഇനി ഒരു പെൻസിൽ ഐ ഷാഡോ ബ്രഷ് എടുത്തിട്ട്
ഞാൻ നമ്മൾ ഐലൈനർ എഴുതിയില്ലേ അതൊന്ന് താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം കുറച്ചുകൂടെ നല്ലൊരു ഡെഫിനിഷൻ വരും. ഇനി സോഫെക്സ് മേക്കപ്പ് റെവല്യൂഷൻ്റെ സോഫെക്സ് പാലറ്റത്തെ ഏതെങ്കിലും ഡാർക്ക് ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ സ്മഡ്ജ് ചെയ്തില്ലേ അവിടെ ഒന്നുകൂടെ ഒന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്മഡ്ജ് ചെയ്തത് ഒന്ന് ലോക്കായിട്ട് ഇരിക്കും, പിന്നെയും പരക്കാതെ ഇരിക്കും, വേറെത്താലും പരക്കാതിരിക്കും. ഇനി ഞാൻ മേബിലാൻ്റെ വാട്ടർ പ്രൂഫ് മസ്കാര എടുത്തിട്ട് കൺപീലിൽ വരച്ചു കൊടുക്കുകയാണ്. സോ വാട്ടർ പ്രൂഫ് തന്നെ വേണം, കാരണം ചൂടായതുകൊണ്ട് വേർക്കും. അപ്പോൾ വാട്ടർ പ്രൂഫാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അപ്പം മസ്കാര എഴുതിയിട്ട് താഴെയും മേലെയും ഞാൻ ഓരോ കോട്ട ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോട്ട യൂസ് ചെയ്യാം. ഇനി ഞാൻ ഹൈലൈറ്ററിന് യൂസ് ചെയ്യുന്നത് ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം മതി. എൻ്റെ കയ്യിൽ നൈക്കയുടെ ലിക്വിഡ് ഹൈലൈറ്റർ ഉണ്ട്. ഇത് ബ്രോൺസ് ആണ് ഷെയ്ഡ്. അപ്പോൾ അത് ഞാൻ മുഖത്തെ ഹയസ്റ്റ് പോയിൻറ്റ്സിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. കവളിൻ്റെ അവിടെ മൂക്കിൻ്റെ പാലം പുരികത്തിൻ്റെ തൊട്ട് താഴെ അവിടേക്കൊന്ന് ലിക്വിഡ് ഹൈലൈറ്റർ തേച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇതൊരു ബ്രൗൺസി ഇഫക്റ്റാണ് തരുന്നത്. ഇതിൽ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഏത് ലിക്വിഡ് ഹൈലൈറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ലിക്വിഡ് ഹൈലൈറ്റർ അല്ലെങ്കിൽ പൗഡർ ഹൈലൈറ്റർ ആയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഫൈനൽ ലിപ്സ്റ്റിക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കവിളിലും ഐ ഷാഡോ ആയിട്ട് തേച്ച ലിപ്സ്റ്റിക്ക് തന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ നൈക്കയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് ബോംബെ എന്ന് പറയുന്ന ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. ഒരു പീച്ചി ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇത്. അപ്പം കഴിഞ്ഞു, നമ്മുടെ മേക്കപ്പ് ലുക്ക് കംപ്ലീറ്റ് ആയി. ഇതാണ് ക്ലോസപ്പ് ലുക്ക്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എന്തായാലും ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരണം. ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ടാഗ് ചെയ്തിട്ടാൽ മതി, അപ്പം എനിക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഇതവിടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഓക്കെ, ബൈ ബൈ.